ഫുക്രയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രസീൽ സ്കോട്ട്ലൻഡിനെ തകർത്തു വിട്ടു, എതിരില്ലാത്ത 3 ഗോളിന്. ബ്രസീൽ ആരാധകർ മനസ്സ് നിറഞ്ഞ് കളി കണ്ടു. പക്ഷെ അതിലും ഏറെ അവരുടെ മനം നിറഞ്ഞത് 75-ാമത്തെ മിനിറ്റിൽ അവരുടെ സൂപ്പർ താരം, ഇതിഹാസ താരം നെയ്മർ ജൂനിയർ കളത്തിലിറങ്ങിയപ്പോഴാണ്. ദീർഘകാലം 2023 യുറോഗയ്ക്കെതിരെ ലോകകപ്പ് യോഗ്യതാ മത്സരം കളിച്ചതിന് ശേഷം 3 വർഷത്തോളം അടുത്ത് ഇന്നാണ് നെയ്മർ കളത്തിലിറങ്ങുന്നത്. ആ 10-ാം നമ്പർ ജേഴ്സി, നെയ്മറുടെ 10-ാം നമ്പർ ജേഴ്സി, നെയ്മർ എന്നെഴുതിയ 10-ാം നമ്പർ ജേഴ്സി, അദ്ദേഹം കളത്തിലേക്ക് ഇറങ്ങുന്ന ആ നിമിഷം, അത് ബ്രസീൽ ആരാധകരുടെ എക്കാലത്തെയും വലിയ നിമിഷങ്ങളിലൊന്നാണ്. ആ നിമിഷങ്ങളിലേക്ക് നെയ്മർ ഇറങ്ങി. 75-ാമത്തെ മിനിറ്റിൽ കോച്ച് കാർലോ ആഞ്ചലോട്ടി നെയ്മറെ ഇറക്കി വിട്ടു. അദ്ദേഹം സാമാന്യം നന്നായി കളിച്ചു. അത്യുഗ്രൻ 3 പാസുകൾ നൽകി ഗംഭീരമായിട്ട് കളിച്ചു. അപ്പോൾ നെയ്മർ വന്നതിലുള്ള ആശ്വാസം, സന്തോഷം, ഹൃദയത്തിൽ ഉണ്ടായ ആ ഒരു വികാരം, ഇതൊക്കെ ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. അപ്പോൾ മറ്റൊന്നു കൂടിയുണ്ട്. നെയ്മർ ഈ ഒരു കളിയോടെ, ഈ ഒരു ലോകകപ്പിൽ മത്സരത്തിനിറങ്ങിയതോടെ ബ്രസീലിയൻ ഇതിഹാസങ്ങളുടെ നിരയിലേക്കാണ് കയറിയത്. അതായത് 4 ലോകകപ്പ് കളിക്കുന്ന ബ്രസീലിയൻ ഇതിഹാസങ്ങൾ. അധികമൊന്നുമില്ല കേട്ടോ. സാൻഡോസ് 54, 58, 62, 66. പെലെ 58, 62, 66, 70. പിന്നീട് കഫു. ഇങ്ങനെ ആണ് 94, 98, 2002, 2006 കഫു. ഇതിൽ സാൻഡോസ് 2 തവണ ലോക ചാമ്പ്യനായപ്പോൾ പെലെ 3 തവണ ലോക ചാമ്പ്യനായി. അതുപോലെ തന്നെ കഫു 2 തവണ ലോക ചാമ്പ്യനായി. ഒരിക്കൽ 2002 ക്യാപ്റ്റനായിട്ടും ലോക ചാമ്പ്യനായി. അങ്ങനെ ഈ 4 നെയ്മർക്ക് മുമ്പ് 4 ലോകകപ്പ് കളിച്ച 3 പേരാണ് ഇവർ. സാൻഡോസ്, പെലെ, കഫു. അവർ 3 പേരും ഒന്നിലധികം തവണ ലോകകപ്പ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നെയ്മർക്ക് ഇതുവരെയും ഒരു ലോകകപ്പ് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ അത് നടക്കും എന്ന് തന്നെ ബ്രസീലിയൻ ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു. അത് നടക്കട്ടെ. നെയ്മറും ഒരിക്കലെങ്കിലും ഒരു ലോക ചാമ്പ്യൻ ആകട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ വരവ് അതിനുള്ള ഒരു അവസരമായിട്ട് ബ്രസീലിന് മാറട്ടെ.